തനിക്കരികിൽ വന്ന് നിൽക്കുന്ന ഓമിനെ കണ്ടതും ഒരു ഞെട്ടിലോടെ കിടന്നെടുത്തുനിന്നും എഴുന്നേറ്റ് പോയി മോക്ഷ. തനിക്കരികിൽ ഗൗരവത്തോടെ നിൽക്കുന്നവനെ കണി അവൾ പകച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടവും മോശയുടെ കലങ്ങി നിൽക്കുന്ന കണ്ണിലാണെന്ന് കണ്ടവൾ ഒരു വല്ലായ്മയുടെ കണ്ണുകൾ താഴ്ത്തി. കുഞ്ഞിനാൾ മുതൽ ചൈത്തുവിന്റെ പെണ്ണെന്ന് കേട്ട് വളർന്നതാണ് ഞാൻ. തിരിച്ചും അവളും അങ്ങനെ തന്നെ. ഒരു മുഖവാരിയുടെ ഓം പറഞ്ഞു തുടങ്ങുമ്പോൾ താഴ്ത്തി മിഴികൾ പതിയൊന്ന് ഉയർത്തി നോക്കിയവൾ. അവൻ പറയുന്നത് എന്താണെന്നറിയാൻ. ഒരേ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യത്തിൽ വളർന്നിട്ടും തെറ്റായിട്ടൊരു നോട്ടം പോലും പരസ്പരം നോക്കിയിട്ടില്ല ഞങ്ങൾ. കാത്തിരിപ്പായിരുന്നു, ഒരുമിച്ച് ജീവിക്കാനുള്ള നാളെണ്ണികളെ കാത്തിരിപ്പ്. അവനൊരു ദീർഘനിശ്വാസത്തോടെ പറയുമ്പോൾ മോക്ഷ ജനലിലെ കട്ടിനിടയിലൂടെ കാണുന്ന പുറം കാഴ്ചയിൽ നോക്കി നിന്നു. ഇന്നിപ്പോ രാത്രി ഞങ്ങൾ രണ്ടാളെയും കണ്ടപ്പോ നിന്റെ ഞെട്ടൽ ഞാൻ കണ്ടതാണ്. അതെന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷേ തെറ്റായിട്ടൊന്നും ഇന്നവിടെ നടന്നിട്ടില്ല. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും ചൈത്തു അങ്ങനെ ഒരു സ്ത്രീയാണെന്ന് നീ വെറുതെ പോലും ചിന്തിക്കരുത് എന്ന് വെച്ച് പറഞ്ഞതാ ഞാൻ. ഓം പറഞ്ഞു നിർത്തിയത് മോക്ഷ ഒന്ന് മോളി. അവളെ ഒന്ന് നോക്കി തിരികെ ബെഡിൽ പോയി കിടക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്ന പോലെ താഴെ ബെഡ്ഷീറ്റിൽ കിടന്ന മോക്ഷയെ അവനൊന്ന് നോക്കി. എന്തുകൊണ്ടോ ഇന്ന് തങ്ങളെ അവൾ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നിയപ്പോൾ ഇത്രയെങ്കിലും അവളോട് പറയണമെന്ന് തോന്നി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഓം ഓർത്തുകൊണ്ട് കണ്ണടയ്ക്കുമ്പോൾ ചൈത്തുവിന്റെ ചെയ്തു തന്നെയായിരുന്നു അവൻ്റെ ഉള്ളിൽ. പണ്ടൊന്നും അവൾ ഇങ്ങനെയല്ലെന്നോർത്തതും ഒരു നെടുവീർപ്പ് ഉയർന്നു പോയി അവനിൽ. ആരണ്ട വെളിച്ചത്തിൽ ചുമരിൽ കാണുന്ന തന്റെ നിഴൽ നോക്കി കിടക്കുമ്പോൾ മനസ്സിലൊരു സമാധാനം തോന്നി അവൾക്ക്. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയ മനസ്സിന് ഒരാശ്വാസമായിട്ട് അവന്റെ വാക്കുകൾ. എത്രയൊക്കെ ഇല്ലെന്ന് കാണിച്ചാലും കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ട് നടക്കുന്നത് അങ്ങേറ്റം വേദന തന്നെയാണ്. അതിൻ്റെ കൂടെയാണ് അവർ ശരീരം കൊണ്ട് ഒരുമിച്ച് എന്നുള്ള തോന്നൽ. കല്ലുപോലെ നിന്നുവെങ്കിലും തൻ്റെ ഉള്ളിലെ ഭാര്യ ജീവൻ കിട്ടാത്തതുപോലെ പിടഞ്ഞുകൊണ്ട് ആ കാഴ്ച കണ്ടതുകൊണ്ടാണ്. എന്തുകൊണ്ടും ഈ ഒരു കാര്യം ഓം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇപ്പോഴും നെഞ്ചിനെ അത് നീറ്റിക്കൊണ്ടിരുന്നേനെ. എന്നിട്ടും ചൈത്തുവിന്റെ സംസാരം ഓർക്കെ മോക്ഷ കണ്ണുകൾ മൂർക്കി അടച്ചു. ചായ എടുക്കട്ടെ മോളെ? രാവിലെ തന്നെ കുളിച്ചു വന്ന മോക്ഷയെ കണ്ടതും അംബിക ഒരു ചിരിയോടെ ചോദിച്ചു. അതിന് തല കുലുക്കിയവൾ അവർക്കടുത്തേക്ക് നടന്നവൾ. ഇന്ന് ആ ഹാളിൽ എല്ലാവരും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ശങ്കർ, അംബിക, രാഗിണി, റോഹൻ, ഓം എന്നിങ്ങനെ. അതിൽ രാഗിണിയുടെ ഭർത്താവ് മാത്രമല്ല, കൂടെ ചൈത്തുവും. ചൈത്തു കുഞ്ഞായിരിക്കുമ്പോൾ മരിച്ചു പോയതാണ് അവളുടെ അച്ഛൻ. അതുകൊണ്ടാണ് രാഗിണിയും ചൈത്തുവും ഇവിടെ താമസിക്കുന്നത്. ഇന്നലെ എപ്പോഴും രാഗിണി പറഞ്ഞതോർത്തവൾ. അംബികയ്ക്ക് അരികിലിരിക്കുമ്പോൾ വെറുതെ ചൈത്തുവിന് വേണ്ടി ചുറ്റുമൊന്ന് നോക്കിയവൾ. അവൾ എഴുന്നേറ്റ് കാണില്ലെന്നോർത്തതും ഓമിന്റെ കയ്യിലിരിക്കുന്ന കപ്പിലാണ് അവളുടെ കണ്ണുപോയത്. അമ്മ കൊടുത്തതാകും എന്ന് ചിന്തിച്ച് മുഖം തിരിക്കുമ്പോൾ മോക്ഷയ്ക്കുള്ള ചായ ഒഴിച്ചു കൊടുത്തു അംബിക. അമ്മേ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ? ചായ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് മോക്ഷ ഒരു മടിയോടെ ചോദിക്കുമ്പോൾ അംബിക ശങ്കറിനെ ഒന്ന് നോക്കി, അയാൾ ഓമിനെയും. പക്ഷെ മോക്ഷയുടെ സംസാരം കേട്ടില്ലെന്ന പോലെയാണ് അവനിരിക്കുന്നത്. ഇവിടിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഏട്ടാ. ഓമാണെങ്കിൽ ബന്ധു വീട്ടിലൊന്നും വിരുന്നിന് പോകുന്നില്ല. ഇന്ന് തന്നെ ഓഫീസിൽ പോകുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. പിന്നെ ഈ കുട്ടി മാത്രം എന്തിനാ ഇവിടെ നിന്ന് ബോറടിക്കുന്നത്? രാഗിണി ശങ്കറിനെ നോക്കി പറയുമ്പോൾ അയാളൊന്ന് തല കുലുക്കി. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്ത് കൊണ്ടുപോകും മോളെ? ഇന്നലെ അറിഞ്ഞിരുന്നെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറ് റെഡിയാക്കി തരാമായിരുന്നു. ഇതിപ്പോ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നതല്ലേ ഉള്ളൂ. അരി വേവാനാണെങ്കിൽ സമയമാകും. അത് മതിയമ്മേ. ഹാളിലിരിക്കുന്ന ക്ലോക്കിൽ നോക്കി അംബിക ചോദിക്കുമ്പോൾ ഉത്തരവും ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ. അത് കേട്ടതും അംബിക ചിരിയോടെ തല കുലുക്കി. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ നിങ്ങൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് മോളെ സ്കൂളിൽ ഇറക്കിയേക്ക്. ഈ വഴിയൊന്നും മോൾക്ക് അത്ര പരിചയമില്ലല്ലോ. ശങ്കർ ഓമിനെന്ന് പാളി നോക്കി പറയുമ്പോൾ അവരൊരു അമർഷത്തോടെ അയാളെ നോക്കി. അതിനെന്താ അങ്കിൾ, ഞങ്ങൾ എന്തായാലും ആ വഴി തന്നെയാണല്ലോ പോകുന്നത്. അപ്പോ മോക്ഷേ അവിടെ ഇറക്കാം. ഓം മറുപടി പറയാതെ ദേഷ്യത്തിലിരിക്കുന്ന കണ്ടതും റോഹൻ വേഗം തന്നെ ശങ്കറെ നോക്കി ചിരിയോടെ പറഞ്ഞു. അവരുടെ സംസാരം ഇഷ്ടപ്പെടാത്തതുപോലെ കയ്യിലിരുന്ന് കോഫി വേഗം കുടിച്ച് തീർത്തുകൊണ്ട് ഓം മുകളിലേക്ക് കയറി പോകുമ്പോൾ മോക്ഷയെ നോക്കാതെ മുഖം കുനിച്ചു പോയി അംബിക. അവളെ നോക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നിയവർക്ക്. ഇതിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് പിന്നെ കുടിക്കാനുള്ള വെള്ളം മോളെടുത്ത് ബാഗിൽ വെച്ചോ. നാളെ മുതൽ ഉച്ചയ്ക്ക് ചോറ് തന്നുവിടാം. നിറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അംബിക മോക്ഷയുടെ നേർക്ക് ഒരു ബോട്ടിൽ വെള്ളവും ചോറും നീട്ടുമ്പോൾ ഒരു നിമിഷം അവരെ നോക്കിയിരുന്നുകൊണ്ട് ചെറുചീരിയോടെ അത് വാങ്ങി തന്റെ ബാഗിൽ വെച്ചവൾ. ഇതിരിക്കട്ടെ കയ്യില്. വൈകുന്നേരം മോട്ട എന്തെങ്കിലും പിടിച്ചു വന്നോ മോളെ? ഓം വരാൻ ഒത്തിരി താമസിക്കും. മോൾക്ക് 4 മണിയൊക്കെ ആകുമ്പോൾ വരാലോ. കാറിലേക്ക് കയറിയിരിക്കുന്ന ഓമിനെയും റോഹനെയും ഒന്ന് നോക്കി പിൻസീറ്റിൽ കയറി നിന്ന മോക്ഷയുടെ കയ്യിൽ പിടിച്ച് അതിലേക്ക് കുറച്ച് നോട്ടുകൾ വെച്ചു കൊടുത്തുകൊണ്ട് രാഗിണി പറയെ ഒരു ഞെട്ടലോടെ അവരെയും ആ കയ്യിലേക്ക് മോക്ഷ ഒന്ന് നോക്കി. ഇത് എൻ്റെ കയ്യിലുണ്ടപ്പച്ചി.
ഒരു വല്ലായ്മയുടെ പറഞ്ഞുകൊണ്ട് അവളത് അവർക്ക് മടക്കി നൽകാൻ നോക്കിയവൾ. അതെനിക്കറിയാം, എങ്കിലും മോളിത് വെച്ചു. വിശക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കാനാണെങ്കിലും ഓട്ടോയിൽ വരാനാണെങ്കിലും ചിലർ ആവശ്യം വരുമല്ലോ. രാഗിണി ഒരു ചിരിയുടെ പറയെ പിന്നൊന്നും മിണ്ടാതെ തല കുലുക്കിയവൾ. പോകാമോ മോക്ഷ? മോക്ഷ സീറ്റിലിരുന്ന് കണ്ടതും റോഹൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതിന് മറുപടി കൊടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി. ഒരുപോലെ അവൾക്ക് നേരെ കൈ വീശുന്ന അംബികയും രാഗിണിയും കണ്ടപ്പോൾ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ഇതാണല്ലേ മോക്ഷയുടെ സ്കൂൾ? ഇതിപ്പോ ഒത്തിരി അങ്ങ് വലുതാണല്ലോ. ഇതുവഴി പോകുമെങ്കിലും ഇതിനകത്ത് കയറുന്നത് ഇതാദ്യമായാണ്. മോക്ഷ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് സ്കൂൾ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് റോഹൻ പറഞ്ഞതിന് അവളൊന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. മിസ്. മോക്ഷ പുറത്തിറങ്ങിയതും പാർക്കിങ്ങിൽ നിർത്തിയ കാറിൽ നിന്നും ഒരു സുന്ദരിക്കുട്ടി ഇറങ്ങി ഓടി അവൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു കേട്ടതും റോഹൻ കൗതുകത്തോടെ ആ കുട്ടിയെ നോക്കി. ഒരു വട്ടം നോക്കിയാൽ കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും ഓമനത്തമായിരുന്നു ആ കുരുന്നിൽ. യൂണിഫോം ഒക്കെ ഇട്ട് ഒരു ബൊമ്മ കുട്ടി. ആഹാ, തേജുട്ടി ഇത് എപ്പോ വന്നു? മിസ് കണ്ടില്ലല്ലോ. ഇനി എന്തിനാ നിൽക്കുന്നേ? പോകാം. ആ കുരുന്നിനെ വാത്സല്യത്തോടെ നിന്ന് തഴുകിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുന്ന മോക്ഷ ഒന്ന് നോക്കി ഓം റോഹനെ നോക്കി പറയുമ്പോൾ അവന്റെ കണ്ണ് മറ്റെവിടെയാണെന്ന് കണ്ട് ഓം നെറ്റൊന്ന് ചൊളിച്ചു. മോക്ഷിന് നേരത്തെയാണല്ലോ. നിറഞ്ഞ ചിരിയോടെ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ഓമിന്റെ പ്രായമൊക്കെയുള്ള ഒരുവൻ ചോദിക്കേ ഓമിന്റെ നോട്ടവും അയാളൊന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് മോശ ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഇതിപ്പോ താൻ കുറച്ചു ദിവസം കഴിഞ്ഞ് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോക്ഷയുടെ പ്രകൃതം അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു ഉത്തരമില്ലാത്തതിനാൽ അയാൾക്ക് മുഷിച്ചിലൊന്നും തോന്നിയില്ലെന്ന് റോഹൻ നോട്ട് ചെയ്തിരുന്നു. കൂടെ മോക്ഷയെ നോക്കുമ്പോൾ കാണുന്ന അയാളുടെ കണ്ണിലെ തിളക്കവും. ഇന്നിപ്പോ വരാമെന്ന് തോന്നി. അദ്ദേഹത്തിന് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് കാറിലിരിക്കുന്ന ഓമനെ ഒന്ന് നോക്കിയ ഒരു വല്ലായ്മയുടെ മോക്ഷ പറയുമ്പോൾ അവളുടെ അദ്ദേഹമെന്ന വിളികിട്ട് റോഹൻ ചിരി കടിച്ചു പിടിച്ചു. ഓ, എന്തായാലും തേജുട്ടിക്ക് അവളുടെ മിസ്സിനെ കണ്ടതേ എന്നെ വേണ്ടാതെയായി. കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ അയാൾ വിഷയം മാറ്റിയെന്ന് റോഹന് മനസ്സിലായിരുന്നു. അങ്ങനെ മോക്ഷ ലൈൻ വലിക്കുക എന്നാ തോന്നുന്നേ. അതിന് എനിക്കെന്താ? ഓമിന് ചെവിക്കരിയിൽ വന്നുകൊണ്ട് റോഹൻ പിറുപിറുക്കുമ്പോൾ അവൻ അമർഷത്തോടെ മുഖം ചുളിച്ചു. പിന്നൊന്നും പറയാനില്ലായിരുന്നു റോഹന്. അല്ലെങ്കിലും ഇങ്ങനെ പറയുന്ന ഒരുവനോട് കൂടുതൽ എന്തു പറയാൻ? ബൈ മോക്ഷ, വൈകുന്നേരം ഓട്ടോ വിളിച്ചു പോകുമല്ലോ അല്ലെ? ഞങ്ങൾ താമസിക്കും. ഓമിനെ നോക്കി മുഖം കോട്ടിക്കൊണ്ട് റോഹൻ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അതിന് മോക്ഷ തല കുലുക്കുമ്പോൾ അവൾക്കരികിൽ നിൽക്കുന്നവന്റെ നോട്ടം ആ കാറിലേക്കായി. അപ്പോഴേക്കും റോഹൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തിരുന്നു. തേജൂട്ടിയും പിടിച്ച് പതിഞ്ഞ ചിരിയോടെ നടക്കുന്ന മോക്ഷ നോക്കി നിൽക്കുന്ന ആ ഒരുവനെ മിറർ വഴി ഓം ഒന്ന് അലസമായി നോക്കി. ആരായിരുന്നു മോക്ഷ അത്? ഒരു സംശയത്തോടെ മോക്ഷയെ നോക്കിക്കൊണ്ട് നന്ദൻ ചോദിച്ചതും ആ പോയ കാറിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയവൾ. എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഓഫീസിൽ പോകുന്ന വഴിക്കാണല്ലോ സ്കൂൾ. മുഖം തിരിച്ച് തേജസ്വി എന്ന തേജൂട്ടിയെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ പറഞ്ഞത് കേൾക്കെ നന്ദന്റെ മുഖം ഒന്ന് ഗൗരവത്തിലായി. പിന്നെ അമർത്തി ഒന്ന് മൂളിക്കൊണ്ട് അവൾക്കൊപ്പം നടന്നു. മിസ്സിനെ കാണുന്നത് നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലേ പപ്പ? കുഞ്ഞിക്കണ്ണുകൾ വിടത്തി തേജുട്ടി മോക്ഷയെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് നന്ദനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുമ്പോൾ വെറുതെ അവളെ ഒന്ന് നോക്കിയവൻ ആ നെറ്റിയിൽ കട്ടിക്ക് കിടക്കുന്ന സിന്ദൂരം കാണി മടുപ്പോടെ മുഖം തിരിച്ചവൻ. പിന്നെ തേജുട്ടിയെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി. അല്ലെങ്കിൽ ഞാൻ സുന്ദരി അല്ലാത്തത് എന്നും തേജുട്ടിക്ക് മിസ് സുന്ദരിയല്ലേ? കുഞ്ഞിന്റെ മൂക്കിൽ വേദനിപ്പിക്കാതെ പിടിച്ചുകൊണ്ട് മോക്ഷ ചോദിക്കേ ആ കുഞ്ഞിപ്പെണ്ണ് കുലുങ്ങി ചിരിച്ചു. എന്നാ ശരി സാർ, ഞാൻ പോകുക. മോക്ഷ പറഞ്ഞിട്ട് തേജുട്ടിയും കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അവരെ നോക്കി നന്ദൻ സ്റ്റാഫ് റൂമിലേക്ക് കയറി. കൂടത്തിനെ നോക്കി കൈവീശുന്ന തേജുട്ടിയോട് തല കുലുക്കാനും മറന്നില്ല. മോക്ഷ മിസ്സിനെ കണ്ട പിന്നെ തേജുവിന് സ്വന്തം പപ്പയെ വേണ്ട അല്ലേ? നന്ദന്റെ പിന്നിലൂടെ വന്ന മറ്റൊരു സാർ ചീറ്റിയോട് ചോദിക്കുമ്പോൾ നന്ദൻ ഒന്ന് തല കുലുക്കി. അല്ലെങ്കിലും മോക്ഷ മിസ്സിനെ ഇഷ്ടപ്പെടാത്തത് ആരാ? എന്റെയൊക്കെ കല്യാണം മുന്നേ കഴിഞ്ഞു പോയി. അല്ലായിരുന്നെങ്കിൽ അതിന് ഞാൻ തന്നെ വളച്ചെടുത്തേനെ. ഇതിപ്പോ വീട്ടിലുള്ള ആ മറുതയുടെ വാലിരിക്കുന്നത് കേൾക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നു. അകത്തിരിക്കുന്ന മറ്റൊരു സാർ അല്പം വിഷമത്തോടെ പറയുമ്പോൾ ബാക്കി എല്ലാരും അത് ചിരിച്ചു തള്ളി. പക്ഷെ നന്ദൻ മാത്രം അത് ഇഷ്ടപ്പെടാത്ത പോലെ മുഖം തിരിച്ചു. അല്ലെങ്കിലും അവിടുത്തെ ഇമാതിരി കോമഡികൾക്കൊന്നും നന്ദൻ തല വെച്ച് കൊടുക്കാറില്ല. മിസ്സിന്റെ കല്യാണം 2 ദിവസം മുന്നേ കഴിഞ്ഞതാ. ഭർത്താവ് നാട് മൊത്തം അറിയുന്ന നല്ല ചുള്ളം ബിസിനസ്മാൻ. ഇപ്പൊ ഇനി പണ്ടത്തെ പോലെ കളി അടിക്കാനൊന്നും പറ്റില്ല സാറേ, കളിക്കാരിയാകും. ഓരോരുത്തർ ഓരോന്നും പറഞ്ഞ് ചിരിയോടെ ഇരിക്കുമ്പോൾ നന്ദിന് മാത്രം ശ്വാസം മുട്ടിപ്പോയി. അവൻ തന്റെ ബാഗ് വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു തന്റെ ക്ലാസ് റൂമിന് പുറത്ത് തേജുട്ടിയുടെയും അതേ പ്രായത്തിലുള്ള 3-4 കുഞ്ഞുമക്കളുടെ സ്നേഹത്തോടെ സംസാരിക്കുന്നവളെ. മോക്ഷയെ നോക്കി നിൽക്കുമ്പോൾ നന്ദന്റെ മുഖം വല്ലാതെ ഒരു വിഷമം വന്ന് പൊതിഞ്ഞിരുന്നു. ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് വരെ നന്ദന്റെ നോട്ടം അവൾ തന്നെയായിരുന്നു.
പിന്നെ ഒരു ദീർഘശ്വാസത്തോടെ കോൾ എടുത്ത് അവൾക്ക് പിന്തിരിഞ്ഞ് നടന്നു. കഴിക്കാൻ എഴുന്നേറ്റ് വാ ചെയ്തു. ഇന്നലെ രാത്രി മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയും വേണ്ടെന്ന് പറഞ്ഞ സ്വന്തമായിട്ടുണ്ടാക്കി കഴിച്ചോണം. ബെഡിൽ അലസമായി കിടക്കുന്ന ചൈത്തുവിനെ നോക്കി രാഗിണി പറയുമ്പോൾ അല്പം ആയാസപ്പെട്ടുകൊണ്ട് ചൈത്തു ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്റെ സന്തോഷമല്ലേ അമ്മ നോക്കേണ്ടത്? നിറഞ്ഞ കണ്ണോടെ ചൈത്ത് ചോദിക്കുമ്പോൾ രാഗിണിയുടെ മനസ്സൊന്ന് പിടഞ്ഞുപോയി. എങ്കിലും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾക്ക് അരികിലായി വന്നിരുന്നുകൊണ്ട് അവളുടെ മുടിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. അമ്മയ്ക്ക് എൻ്റെ മോളെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് വെച്ച് നീ ചെയ്യുന്ന തെറ്റെല്ലാം കണ്ടിരുന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. രാഗിണി പറയുമ്പോൾ ചൈത്ത് അവരുടെ കൈ ദേഷ്യത്തിൽ തട്ടി മാറ്റി. ഇതേ കണ്ടില്ലേ, ഇന്ന് വരെ ഇല്ലാത്ത ദേഷ്യമൊക്കെയല്ലേ നിനക്കിപ്പോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ചൈത്തു. നീ ഓമിനെ നിന്നിലും തട്ടി മാറ്റിയത് വിധിയാണ് മോളെ. മതി, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മുന്നിൽ ഓം വേറൊരു പെണ്ണിനെ കെട്ടി ജീവിക്കണ്ട. അവൻ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. എന്നാലും സാരില്ല, വേറൊരാൾ അവനിൽ അവകാശം സ്ഥാപിക്കുന്നത് ഞാനങ്ങനെ കണ്ടു നിൽക്കും അമ്മേ. അതൊന്ന് പറഞ്ഞതാ. രാഗിണിയെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവർക്ക് നേരെ ചീറിയവൾ. അങ്ങനെയായിരുന്നെങ്കിൽ നീ എന്താ നേരത്തെ ഇത് പറഞ്ഞില്ല? ഓമിന് കല്യാണം ആലോചിച്ചത് ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ലല്ലോ. ചൈത്തുവിന്റെ ആ സ്വഭാവം രാഗിണിക്ക് അത്ര പിടിച്ചില്ല. അവർ രൂക്ഷമായിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പച്ചി ചത്തു കളയുമെന്ന് പറഞ്ഞ് കയറെടുത്തത് അമ്മയും കണ്ടതല്ലേ. ഞാൻ തടസ്സം നിന്നിട്ട് വേണ്ടെന്ന് വെച്ചു. പക്ഷേ എനിക്ക് പറ്റുന്നില്ലമ്മേ. അത്രയും ആഗ്രഹിച്ചു പോയതല്ലേ അവനെ. അപ്പോ ഞാൻ എങ്ങനെ ഇതൊക്കെ സഹിക്കും? കണ്ണുനീരോടെ ചൈത്തു പറഞ്ഞു കേൾക്കെ രാഗിണി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. നോക്കുമോളെ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ കൈവിട്ടപ്പോൾ എന്നെ കൊണ്ട് വരാൻ ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കാണുന്നതൊന്നും അമ്മയ്ക്ക് അവകാശപ്പെട്ടതല്ല. അതെന്റെ മോൾക്കറിയാലോ. രാഗിണി സമാധാനത്തോടെ പറയുമ്പോൾ ചൈത്തൊന്ന് നിശബ്ദയായി. അതൊക്കെ അവൾക്ക് മറയുന്ന കാര്യങ്ങളാണ്. അപ്പോ നിന്നെ ഒരു കുറവും വരുത്താതെ വളർത്തിയ അപ്പച്ചിയെയും അമ്മാവനെയും കുഞ്ഞിങ്ങനെ സങ്കടപ്പെടുത്താമോ? നന്ദികേട് കാണിക്കല്ലേ മോളെ. അവരുടെ മകന്റെ ജീവിതത്തിന് കുറകെ നിൽക്കുന്ന നിന്നെ അവർ വെറുത്തു പോകും മോളെ. അങ്ങനെയെങ്കിൽ ഇതൊന്നും കാണാൻ വയ്യാതെ ഞാൻ ചത്തുകളയാമേ. അപ്പോ ഇവിടെ ആരോടും ഞാൻ നന്ദികേട് കാണിച്ചില്ലെന്ന് പറയില്ലല്ലോ. അല്ലാതെ ജീവനോടെ ഇരിക്കുമ്പോ ഓം എന്റെ മുന്നിൽ വേറെ ഒരുത്തിയായിട്ട് നിൽക്കണ്ട. ചൈത്തുവിന്റെ കവളിൽ കൈവെച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ രാഗിണി പറയുമ്പോൾ അവരെ നോക്കി നിർവികാരമായി പറഞ്ഞവൾ, എങ്കിലതാ നല്ലത്. കുറച്ചു കാലം നിന്നെ ഓർത്ത് ചിലപ്പോൾ ഇവിടെയുള്ളവർ വേദനിക്കും. എന്നാലും സാരയില്ല. നിറഞ്ഞ കണ്ണോടെ പറഞ്ഞിട്ട് രാഗിണി പുറത്തേക്ക് നടക്കുമ്പോൾ അവർ അങ്ങനെ പറഞ്ഞതിന് ഞെട്ടിലിരുന്ന് പോയി ചൈതു. എന്നാലും ഇന്നിപ്പോ മോക്ഷയുടെ വീട്ടിൽ നിന്നും വിരുന്നിന് വിളിച്ചിട്ട് പോകാത്തത് മോശമായിപ്പോയി ഓം. അതും ഇല്ലാത്ത ബിസിനസ് മീറ്റിങ്ങിന് പേര് പറഞ്ഞു. ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുമ്പോൾ റോഹൻ ഓമിനെ നോക്കി പറഞ്ഞു കേട്ടതും ഓം ഗൗരവത്തോടെ മുഖമുയർത്തി. ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയാൻ എനിക്ക് വയ്യ റോഹൻ. ഇനിയിപ്പോ ഞാൻ അവളുമായി അങ്ങോട്ട് പോയാൽ പിന്നെ അവർക്ക് മുന്നിൽ അഭിനയിച്ച് നിൽക്കേണ്ടി വന്നേനെ. എനിക്കത് പറ്റില്ലടാ. ഓം പറയുമ്പോൾ റോഹൻ അമർത്തി ഒന്ന് മോളി. അവന് മോക്ഷയെ നോക്കിയ പാവം തോന്നി. ആരോടും പരിഭവം പറയാത്തൊരു പെണ്ണ്. അവളിൽ എന്ത് കുറവാ ഓം കണ്ടത്? ചൈത്തുവിന്റെ മുഖം ഓർമ്മയിൽ വന്നതും റോഹന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയിരുന്നു. എങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണാൻ പോകണം റോഹൻ. ചെയ്തതിന് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും മോക്ഷ അവിടെ കൊണ്ട് ചെന്നാക്കണം. എനിക്കെന്തോ അവളെ ഭാര്യയായിട്ടൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓം പറഞ്ഞു കേട്ട് വിറഞ്ഞു വന്നെങ്കിലും റോഹനൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവനറിയാം. ഇങ്ങനൊരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ ചൈത്തുമായിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞാനേ അവൻ. ആ ഒരു ഓർമ്മയിൽ റോഹൻ നിശബ്ദത പാലിച്ചു. വെറുതെ ബലം പിടിക്കാതെ കയറിയ മോക്ഷ റോഡ് തിരിയുന്ന ഭാഗത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വിടാൻ തന്നെ. ഇനിയിപ്പോ ബസ്സൊക്കെ കിട്ടി വീട്ടിൽ പോകാൻ ലേറ്റ് ആകില്ലേ. നാളെ മുതൽ ബസ് സമയമൊക്കെ നോക്കി പോയാൽ മതി. നന്ദന്റെ കാറിൽ കയറാതെ മടിച്ചു നിൽക്കുന്നവളെ നോക്കി അവന് കണ്ണുകൊട്ടിയതും മോക്ഷ പതിവിന്റെ കാറിലേക്ക് കയറി. തേജുട്ടിയാണെങ്കിൽ അത് കണ്ടൊരു സന്തോഷത്തോടെ മോക്ഷയുടെ മടിയിൽ കയറിയിരുന്നു. പോകാം. രണ്ടാളും ഇരുന്ന കണി ഒരു ചീരിയോടെ നന്ദൻ ചോദിക്കുമ്പോൾ മോക്ഷ പതിയെന്ന് തല കുലുക്കി. എങ്ങനെയുണ്ട് മോക്ഷ പുതിയ വീടും ആളുകളും? കാറിൽ നിശബ്ദത നിറഞ്ഞപ്പോൾ മോക്ഷയുടെ മടിയിൽ നിന്ന് കളിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന തേജൂട്ടി എന്ന് നോക്കിക്കൊണ്ട് നന്ദൻ ചോദിക്കേ ഒന്ന് ചിരിച്ചവൾ. നല്ലവരാ, വീടും കൊള്ളാം. മോക്ഷ പുറത്തേക്ക് നോക്കി പറയുമ്പോൾ അവളെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി നിറഞ്ഞിരുന്നു. അവന് മുഖം കൊടുക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ നന്ദന് ഒന്നും മിണ്ടിയില്ല. നന്ദന് പോകാനുള്ള റോഡ് തിരിയുന്ന ഭാഗത്ത് കാർ ഒതുക്കി നിർത്തിക്കൂടെ അവനും പുറത്തേക്കിറങ്ങി. അപ്പുറത്തുനിന്ന് മോക്ഷയും തേജുട്ടി ഫോണിൽ ഗെയിം കളിയിൽ മുഴുകിയത് കൊണ്ട് മോക്ഷയ്ക്ക് ഒരു ടാറ്റ കൊടുത്തു വീണ്ടും ശ്രദ്ധ ഫോണിൽ കൊടുത്തു. ഞാൻ പോകാമായിരുന്നല്ലോ. മോക്ഷ ഒരു ഓട്ടോയിൽ കയറ്റി വിടുമ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞത് നന്ദൻ കേട്ടിൽ നിന്ന് അടിച്ചു. ശരിയെന്നാ, വീട്ടിൽ പോയി വിളിക്കണം. ഓട്ടോ ഡ്രൈവറെ ഒന്ന് നോക്കി മോക്ഷയോട് നന്ദൻ പറയുമ്പോൾ അവളൊന്ന് തല കുലുക്കി.
ആ ഓട്ടോ കണ്ണിൽ നിന്ന് മറയുന്നവരെ നന്ദൻ അവിടെ നിന്നു. പിന്നെ സ്വന്തം കാറിൽ കയറി വഴി തിരിഞ്ഞ് അവനും പോയി. എന്തായാലും രണ്ടാളും നല്ല ചേർച്ചയുണ്ട്. മോക്ഷയുടെ ആ സാറിനൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് തോന്നുന്നു. റോഡ് സൈഡിൽ ഒതുക്കിട്ട കാറിലിരുന്ന് പുറത്തേക്ക് നോക്കി റോഹൻ പറയുമ്പോൾ ഓം മനസ്സമായി പുറത്തേക്ക് നോക്കിയിരുന്നു. നീ എന്താണ് ഒന്നും പറയാത്തത്? നിന്റെ ഭാര്യയാണതേ ആ ഓട്ടോയിൽ പോയത്. അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട റോഹൻ പല്ല് കടിച്ചൊരു അമർഷത്തോടെ പറയുമ്പോൾ ഓം റോഹനെ ഒന്ന് നോക്കി. അത്രയ്ക്ക് ചേർച്ചയാണെങ്കിൽ അവനോട് അവളെ ഏറ്റെടുക്കാൻ പറ. അങ്ങനെയെങ്കിലും അവളെന്നെ തലയിൽ നിന്നും ഒന്ന് ഒഴിയുമല്ലോ. ഓം വേണ്ട, പറഞ്ഞ വാക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ ഇപ്പോ ഇങ്ങനെ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ മോക്ഷയെ മറക്കാൻ പറ്റില്ലെന്ന് നീ പറയും, ഇല്ലെങ്കിൽ കാണാം. ഒട്ടൊരു ചൊടിയോടെ പറഞ്ഞിട്ട് റോഹൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓമിന്റെ മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. ചൈതുവിന് പകരം അവിടെ മറ്റൊരാളെ ചിന്തിച്ചു നോക്കാൻ പോലും അവന് പറ്റില്ല. അമ്മയുടെ ഭീഷണി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ താൻ മറ്റൊരു കല്യാണം പോലും കഴിക്കില്ലായിരുന്നു. എവിടേക്കോ മോക്ഷ എന്ന സ്ത്രീയോട് അല്ലെങ്കിൽ ഭാര്യയോട് നെറികടി ചെയ്യുന്നു എന്നോർത്തതും അവന്റെ മുഖം ഒന്ന് വിളറിപ്പോയി. ഓട്ടോയിൽ നിന്നും ഇറങ്ങി മോക്ഷ ഗേറ്റ് കടന്ന് മതിലകം തറവാട്ടിലേക്ക് കയറുമ്പോൾ കാണുന്നത് ഹാളിലായിരിക്കുന്ന മാലതിയെയും വിദ്യാധരനെയുമാണ്. അവരെ കണ്ടതും അവൾ നമ്പരന്ന് പോയി. അവരെ ഇവിടെ ഒട്ടും അവൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം. അച്ഛനെയും അമ്മയും പെട്ടെന്ന് കണ്ട സന്തോഷത്തിൽ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് അവർക്കുള്ള ചായം കൊണ്ടുവന്ന അംബിക ചിരിയോടെ പറഞ്ഞു കേട്ടതും മോക്ഷന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും വിദ്യാധരന്റെ മുഖത്തുള്ള കടുപ്പം കണ്ടതും മോക്ഷ തന്റെ അമ്മയെന്ന് നോക്കി. മാലതിയുടെ മുഖത്ത് മാത്രം തെളിച്ചൊന്നും അവൾ കണ്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ എത്രയായി മോക്ഷ? സെറ്റിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൾ കരിയിൽ വന്നുകൊണ്ട് വിദ്യാധർ ചോദിച്ചു കേട്ടതും മോക്ഷ ചുറ്റുപാടും ഒന്ന് നോക്കി. അംബികയും രാഗിണിയും സംശയത്തോടെ നിൽക്കുകയാണ്. വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. 3 മറുപടി പറയാതിരിക്കുമ്പോൾ വിദ്യാധരന് ദേഷ്യം കൂടുമെന്നറിയാവുന്ന മോക്ഷ വേഗത്തിൽ തന്നെ മറുപടി കൊടുത്തു. ഇന്ന് നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ഒരു കാര്യമുള്ളത് എന്റെ മോള് മറന്നുപോയോ? അയാൾ അവളുടെ കൈത്തൊടയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു കേട്ടതും നിറഞ്ഞ കണ്ണോടെ മോക്ഷത്തിന്റെ മുഖം കുനിച്ചു. അത് പിന്നെ ഓമിന് ഇന്നിപ്പോ അത്യാവശ്യമായി ഓഫീസിൽ പോകേണ്ടതുകൊണ്ട്. അംബികയുടെ മുഖം പെട്ടെന്ന് വിളറിയെങ്കിലും അവർ വെപ്രാളത്തോടെ മോക്ഷക്കരികിൽ വന്നുകൊണ്ട് പറഞ്ഞു. ഓമിന്റെ അമ്മയോടല്ല ഞാൻ ചോദിച്ചത്. ഇന്നിപ്പോ വിരുന്നിന് വന്നില്ലെങ്കിൽ വേണ്ട. ഓമിനുള്ള തിരക്കൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷെ കല്യാണം കഴിഞ്ഞ 3-ാം ദിവസം തന്നെ ജോലിക്ക് പോകാൻ ഇവളോട് ആരാ പറഞ്ഞത്? ഇവളില്ലെങ്കിൽ ആ സ്കൂൾ തുറക്കത്ത പോലെയാണല്ലോ ഇവളുടെ വെപ്രാളം. അയാൾ അമർഷത്തോടെ ചോദിക്കുമ്പോൾ മോക്ഷൊന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. ഓം ഇന്നിപ്പോ ഓഫീസിൽ പോയി. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെയുള്ളപ്പം മോക്ഷമുള്ള വെറുതെ ഇവിടെ ഇരുന്ന് ബോറടിക്കണമെന്ന് കരുതി ഞങ്ങൾ തന്നെയാണ് മോളെ ജോലിക്ക് പറഞ്ഞു വിട്ടത്. അതിനിപ്പോ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞ പിന്നെ ഇതാണ് മോക്ഷയുടെ വീട്. സ്വന്തം വീട്ടിലുള്ളവർ പറയുന്നതിനേക്കാൾ കേൾക്കേണ്ടത് ഇവിടെയുള്ളവർ പറയുമ്പോഴല്ലേ? മോക്ഷയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഒരു അമർഷത്തോടെ രാഗിണി ചോദിക്കുമ്പോൾ വിദ്യാധർ ഗൗരവത്തോടെ അവൾ നിന്നും തന്റെ കൈകൾ മാറ്റി. അത് അങ്ങനെ തന്നെയാ വേണ്ടത്. എങ്കിലും ഇത് ഇവളുടെ തീരുമാനമാണോ എന്ന് ചോദിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. തന്നിഷ്ടം കട്ടി നടക്കുന്ന പെൺകുട്ടി ആരും ഇഷ്ടപ്പെടില്ല. മാലതി അവർക്കരികിലേക്ക് വന്നുകൊണ്ട് പറയുമ്പോൾ രാഗിണി അമർത്തി മൂളി. മോള് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ, എന്നിട്ട് ചായ കുടിക്കാം. ആരെയും മുഖമുയർത്തി നോക്കാതെ കുഞ്ഞ് തലയുമായി നിൽക്കുന്ന മോക്ഷയുടെ താഴത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് രാഗിണി സ്നേഹത്തോടെ പറയുമ്പോൾ അവിടെ നോട്ടം പോയത് അമർഷത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന അച്ഛന്റെ മുഖത്തേക്കാണ്. പോയിട്ട് വാ മോളെ. അംബിക്ക് കൂടി പറഞ്ഞു കേട്ടതും പതിയെന്ന് തല കുലുക്കിക്കൊണ്ട് മോക്ഷ അവളെ റൂമിലേക്ക് നടന്നു. അതുകൊണ്ട് വിദ്യാധർ ഒന്ന് നിശ്വസിച്ചു. മോക്ഷന് ജോലിക്ക് പോയതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അവളെ വെറുതെ വീട്ടിൽ നിർത്തണ്ടല്ലോ എന്നോർത്താണ് ഞാൻ പൈസ ഇറക്കി ആ പ്രൈവറ്റ് സ്കൂളിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തത്. ഇതിപ്പോ അവൾക്ക് ജോലി എന്ന് പറഞ്ഞു പോയാൽ ഇവിടെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ വിദ്യാധർ ഒരല്പം മടിയോടെ പറഞ്ഞു കേട്ടതും അമ്പരപ്പടെ പരസ്പരം നോക്കിപ്പോയി രാഗിണിയും അംബികയും. ഇവിടെ അടുക്കളയിൽ ജോലിക്കൊന്ന് 2 പേരെ വെച്ചിട്ടുണ്ട്. മോക്ഷമോളെ ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ കൊണ്ടുവന്നതല്ല ഞങ്ങള്. പിന്നെ കുട്ടിക്ക് ആ ജോലിക്ക് പോകാൻ ഇഷ്ടമാണെങ്കിൽ അവൾ പോയിക്കോട്ടെ. ഇവിടെ തന്നെ 24 മണിക്കൂറും ഇരുന്നാൽ മോക്ഷയ്ക്ക് ബോറടിക്കും. അംബിക അല്പം ഗൗരവത്തോടെ പറയുമ്പോൾ താല്പര്യമില്ലാത്ത രീതിയിൽ വിദ്യാധർന്ന് തല കുലുക്കി. അപ്പോഴേക്കും ഓം അകത്തേക്ക് കയറി വന്നിരുന്നു. മോക്ഷയുടെ അച്ഛനെയും അമ്മയും കണ്ടതും അവൻ അവിടെ മുഖത്ത് നോക്കി ചിരിക്കണോ വേണ്ടെന്ന പോലെ ഒന്ന് നിന്നു. മോനൊന്ന് തിരക്കായിരുന്നു അല്ലേ? സാരില്ല, മോന് സമയമുള്ളൊരു ദിവസം 2 ആളും കൂടി വീട്ടിലേക്ക് ഇറങ്ങിയാൽ മതി. ഓമിന്റെ അടുത്തേക്ക് പോയി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിദ്യാധർ പറയുമ്പോൾ അവൻ പതിയെന്ന് തല കുലുക്കി. ഞങ്ങൾ മോക്ഷ ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ആരുടെയും അനുവാദമില്ലാതെയാണോ അവൾ ജോലിക്ക് പോയതെന്നറിയാൻ. പക്ഷെ മോന്റെ അമ്മയൊക്കെയാണ് മോക്ഷയ്ക്ക് സപ്പോർട്ട്. അതെന്തായാലും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ. വിദ്യാധർ ചിരിയോടെയാണ് പറയുന്നതെങ്കിലും അയാളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും അവൻ കണ്ടിരുന്നില്ല. വരുത്തിക്കുട്ടി ഒരു ചിരി പോലെയുണ്ട്.
ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുക മോനെ. മോക്ഷ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ. ഓ മയ്യുള്ള കയ്യിൽ നിന്നും കൈമാറ്റി ഗൗരവത്തോടെ പറയുമ്പോൾ വിദ്യാധർ അവന് മറുപടി കൊടുത്തു. അത് കേട്ടതും ഒന്ന് തല കുലുക്കിക്കൊണ്ട് ഓ മുകളിലേക്ക് നടന്നു.